പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ വൺ സൈഡഡ് മാരേജസ് സംഭവിക്കുന്നതെന്നറിയാമോ? ഒത്തിരി കാര്യങ്ങൾ അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യും. 3-4 കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒരു വാക്യം പറയുന്നു, യാക്കോബ് 1:19, ജെയിംസ് ചാപ്റ്റർ 1:19. പ്രിയ സഹോദരന്മാരെ, നിങ്ങളതറിയുന്നുവല്ലോ. എന്നാൽ ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവുമുള്ളവൻ ആയിരിക്കട്ടെ. ജനിച്ച പശ്ചാത്തലത്തിനകത്ത് വ്യത്യാസങ്ങൾ എപ്പോഴും കാണും. വളർന്ന പശ്ചാത്തലത്തിന്, സാഹചര്യത്തിന് വ്യത്യാസങ്ങൾ കാണും. ഫാമിലീസ് ഓഫ് ഒറിജിൻ തീർച്ചയായിട്ടും കുടുംബജീവിതത്തെ അഫക്റ്റ് ചെയ്യും. ഏത് കുടുംബത്തിൽ ജനിച്ചു എന്നതനുസരിച്ചായിരിക്കും ഓരോരുത്തർക്കുമുള്ള മാരേജ് എക്സ്പെക്റ്റേഷൻ. അപ്പോൾ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരിക്കും. വിവാഹത്തിന് ശേഷം മാത്രമേ ഉള്ളൂ പോസിറ്റീവ് വേയിലാണോ നെഗറ്റീവ് വേയിലാണോ അതോ രണ്ട് വിധത്തിലും കുഴഞ്ഞു മറിഞ്ഞാണോ സംഗതികൾ കാണുന്നതെന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ. പൗലോസ് പറയുന്നത്, നമ്മൾ മറ്റുള്ളവൻ്റെ ഗുണവും കൂടെ അന്വേഷിക്കുന്നവരായി തീരണമെന്ന. പക്ഷെങ്കിൽ വളരെ ഒരു മാതൃകാപരമായ ജീവിതം കാഴ്ചവെക്കുവാൻ നമ്മൾ എഫേർട്ടിട്ടേ പറ്റൂ. അപ്പോൾ കുടുംബ പശ്ചാത്തലം ഒരു കാരണമാണെങ്കിൽ വേറൊരു കാരണം പൂർ കമ്മ്യൂണിക്കേഷന്. ആരോഗ്യമുള്ള ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിൽ രണ്ടുപേരും തമ്മിൽ സംസാരിക്കും. പൂർ കമ്മ്യൂണിക്കേഷനും നെഗറ്റീവ് ടോക്കും അവരുടെ ഇടയിൽ കാണത്തില്ല. തമ്മിൽ വിഷയങ്ങളെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യും. എല്ലാം കേൾപ്പാനൊരു വേഗത കാണും. പക്ഷേ എടുത്തു ചാടി ഉത്തരം പറഞ്ഞ് കലഹങ്ങൾ സൃഷ്ടിക്കത്തില്ല. പൂർ കമ്മ്യൂണിക്കേഷനെ ഓവർകം ചെയ്യുവാൻ തക്കവണ്ണം കഴിയണം. കൂട്ടാളിയെ ശ്രദ്ധിക്കുവാൻ കഴിയണം. നമ്മുടെ അറ്റൻഷൻ അവർക്ക് കൊടുക്കുവാൻ കഴിയണം. അവർ പറയുന്നതിന് നാം പ്രാധാന്യം കൽപ്പിക്കണം. നമ്മളോട് തന്നെ നമ്മളിടയ്ക്കൊന്ന് ചോദിക്കണം, ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എൻ്റെ കൂട്ടാളിയെ ഇടിച്ചു താഴ്ത്തുമോ അതോ അദ്ദേഹത്തിൻ്റെ ബഹുമാനം കൊടുക്കുന്ന വിധത്തിലാണോ ഞാൻ സംസാരിക്കുന്നതെന്ന്. ദേഷ്യപ്പെടരുതേ, എല്ലാം സാവധാനതയോടെ ചെയ്യും. മൂന്നാമതൊരു കാരണമുള്ളതാ ഇൻസെക്യൂരിറ്റി. ഒരു കൂട്ടാളി അല്ലെങ്കിൽ പാർട്ട്നേഴ്സിൽ ഒരാൾ എപ്പോഴും ഭയത്തോടെയും കുടുംബജീവിതത്തിൽ ഇൻസെക്യൂരിറ്റിയും അനുഭവിക്കുവാണെങ്കിൽ, ഞാൻ പറയട്ടെ, ജീവിതം സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുവാൻ പ്രയാസമാണ്. ഒരു അൺബാലൻസ്ഡ് മാരേജ് ആയിരിക്കും അങ്ങനെയുള്ളവരുടേത്. ട്രൂ ഐഡൻറ്റിറ്റി എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൽ നിന്നാണ് നാം പ്രാപിച്ചെടുക്കുന്നത്. നാം ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ചിന്ത നമ്മെ ഭരിക്കണം. ആ ട്രൂത്തിൽ നാം റെസ്റ്റ് ചെയ്യണം. യേശു കർത്താവിൻ്റെ കൺമുമ്പിൽ നാം വിലയുള്ളവരാ. അവൻ നമ്മുടെ എല്ലാ ഇൻസെക്യൂർ ഫീലിങ്സും എടുത്തു മാറ്റും. തമ്മിൽ കൺസിഡർ ചെയ്യണം കേട്ടോ. തോന്നുന്ന കുറവ് വശങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതിന് ഒറ്റയ്ക്കും പ്രാർത്ഥിക്കാം, ഒരുമിച്ചിരുന്നും പ്രാർത്ഥിക്കാം. ഫാമിലി ഓഫ് ഒറിജിൻ, പൂർ കമ്മ്യൂണിക്കേഷൻ, ഇൻസെക്യൂരിറ്റി, ഇതെല്ലാം എടുത്തു മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ദൈവവചനപ്രകാരം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. കൂടാതെ വ്യക്തിപരമായ പ്രോബ്ലംസ്
മിക്കവരുടെയും ജീവിതത്തിൽ ഉണ്ടാകും. ഇൻഡിവിജ്വൽ പ്രോബ്ലംസ്. പക്ഷേ അങ്ങനെയുള്ള ഇൻഡിവിജ്വൽ പ്രോബ്ലംസ് ഒരിക്കലും നമ്മുടെ കുടുംബജീവിതത്തെ അഫക്റ്റ് ചെയ്യുവാൻ നാം അനുവദിക്കരുത്. അതിനുള്ള പരിഹാരം ദൈവം തന്ന കൃപയ്ക്കൊത്തവണ്ണം ദൈവസന്നിധിയിലിരുന്ന് ദൈവത്തോട് ചോദിച്ച് പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം, ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം നമുക്കെല്ലാം വളരെ സുപരിചിതമായ വാക്യമാണ്. പക്ഷെ നാം അനുസരിക്കുന്നതിൽ നാം അതിൽ പുറകോട്ടാണ്. ആ വാക്യം എന്താ പറയുന്നത്? ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്തു പ്രശ്നം നമ്മുടെ ഫിനാൻസസിൽ വന്നാലും, വർക്ക് സ്ട്രെസ് മൂലം വന്നാലും, ആരോഗ്യ വിഷയനിമിത്തം വന്നാലും, മെൻ്റൽ ഹെൽത്ത് അനുസരിച്ച് വന്നാലും, മാരേജിൽ ഡിസ്ട്രാക്ഷൻസ് വരുവാൻ അനുവദിക്കരുത്. കർത്താവ് എന്താ പറഞ്ഞത്? നാം വിചാരപ്പെടരുതെന്ന്. അതുപോലെ പാസീവ് ആൻഡ് അഗ്രസീവ് ബിഹേവിയർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. കൂട്ടാളിയിൽ ഒരാൾ അങ്ങനെ ആയിത്തീർന്നാൽ കുടുംബജീവിതം ധന്യമാകയില്ല. അവർ ചില കുഴപ്പങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യും. ചിലത് ഇൻറ്റൻഷനലി ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. റെസ്പോൺസിബിലിറ്റീസിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനും ശ്രമിക്കും. എന്നാൽ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ളൊരു പ്ലാന് എന്തെന്ന് മനസ്സിലാക്കി ആ പ്ലാൻ നിവർത്തിച്ചെടുക്കുവാൻ നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ സ്വർഗം നമുക്ക് ജയകരമായൊരു ജീവൻ നയിപ്പാൻ ആവശ്യമാകുന്ന കൃപ തരും. 1 കൊരിന്ത്യർ 13-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ പല പ്രാവശ്യം നമ്മൾ ചിന്തിച്ചിട്ടുള്ള വാക്യം തന്നെ. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, സ്നേഹം ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. ഇത് ഒരു കടലാസിൽ എഴുതി എപ്പോഴും കാണുന്നിടത്ത് ഒട്ടിച്ചു വെച്ച് ഹൃദയത്തിൽ ഗ്രഹസ്ഥമാക്കിയാൽ വളരെ നല്ലതാണ്. കാരണം സഹിക്കാനും വിശ്വസിക്കാനും പ്രത്യാശിക്കാനും പൊറുക്കാനും സന്തോഷിക്കാനും എല്ലാം അത് നമുക്ക് അവസരം തരും. ഒരിക്കലും നമ്മുടെ കുടുംബജീവിതം വൺ സൈഡഡായി പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുവാനായിട്ട് പറ്റുമോ? The answers and the healing will come from seeking God and letting Him guide you. അവൻ നിങ്ങളെ ഗൈഡ് ചെയ്യട്ടെ ദൈവമക്കളെ. അതുകൊണ്ട് പ്രാർത്ഥിക്കണം. ഞാൻ പറയാം, ഒരു ഡേഞ്ചറസ് പ്രയർ പ്രാർത്ഥിക്കണം. കർത്താവ് തീർച്ചയായും തൻ്റെ മുഖം നമ്മളിലേക്ക് തിരിക്കും. അവൻ്റെ കയ്യിൽ ഉത്തരവുമുണ്ട്. നമ്മുടെ വെല്ലുവിളികളെ നേരിടുവാൻ തക്കവണ്ണമുള്ള ജ്ഞാനവും അവൻ്റെ പക്കലുണ്ട്. അവൻ്റെ പ്ലാൻ അവൻ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി തരും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരിക്കലും കുടുംബജീവിതത്തിൽ റിഗ്രറ്റ് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. ആ പ്രയർ ഏതാണെന്ന് വെച്ചാൽ സങ്കീർത്തനം 139 23-24 വാക്യങ്ങളാണ്. Psalm 139 verses 23 and 24. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ഇതൊരു പ്രാർത്ഥനയായി ഈ വാക്യത്തെ ഒന്ന് സ്വീകരിക്കാമോ? പ്രൈസ് ഗോഡ്.
ദൈവം തീർച്ചയായും നിങ്ങളോട് സംസാരിക്കും. എല്ലാ ഇൻഡിവിജ്വൽ പ്രോബ്ലംസും, എല്ലാ അഗ്രസീവായിട്ടുള്ള ബിഹേവിയറും നമ്മിൽ നിന്ന് മാറിപ്പോകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതൊരു ഡേഞ്ചറസ് പ്രെയറാണെന്ന്. ആ വാക്യങ്ങൾ ഉരുവിട് പ്രാർത്ഥിക്കുക. സ്വർഗം സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ നിരൂപണങ്ങൾ, ഞങ്ങളുടെ വിചാരങ്ങൾ സകലത്തെയും കൺട്രോൾ ചെയ്യുന്ന കർത്താവ്, ഈ ദിവസങ്ങളിൽ വലിയ ദൈവസാന്നിധ്യം തന്ന് നല്ല കുടുംബജീവിതം പണിതെടുപ്പാൻ്റെ കൊണ്ട് ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.